ഭരണകക്ഷിയുടെ പ്രധാന ശ്രദ്ധ ഇപ്പോൾ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. രാഹുൽ ഗാന്ധിയും തേജസ്വിയും ബീഹാറിൽ വോട്ടർ പട്ടികയിൽ വലിയ തോതിൽ പേരുകൾ മായ്ച്ചുവെന്ന ആരോപണം മുൻനിർത്തി കടുത്ത സംയുക്ത പ്രചാരണം നടത്തിവരികയാണ്. റിസാല അപ്ഡേറ്റ്. ആനന്ദ് കെ സഹായി എഴുതുന്നു, മോദിയുടെ നേർ വിപരീതമാണ് രാഹുൽ ഗാന്ധി. മഹാത്മാഗാന്ധിയുടെ വധത്തിനും രക്തരൂക്ഷിതമായ വിഭജന കലാപങ്ങൾക്കും ശേഷമുള്ള കാലഘട്ടത്തിൽ ഹിന്ദുത്വ ശക്തികൾ ആദ്യമായി അധികാരത്തിലേക്ക് എത്താനുള്ള സാധ്യത കാണുകയുണ്ടായി. എന്നാൽ ജവഹർലാൽ നെഹ്റു സാമുദായിക രാഷ്ട്രീയത്തെ തോൽപ്പിക്കണമെന്ന മുദ്രാവാക്യത്തോടെ പ്രചാരണം നടത്തി 1952 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആധികാരിക വിജയം നേടി അവരുടെ ആ ശ്രമങ്ങളെ തകർത്തു. 60 വർഷങ്ങൾക്കു ശേഷം 2013 ആദ്യം ഹിന്ദു എന്ന ആശയം മുന്നോട്ട് വെക്കുന്ന ശക്തികൾക്ക് മറ്റൊരവസരം ലഭിച്ചു. ആ വർഷത്തിന്റെ അവസാനത്തോടെ ആശയാധിഷ്ഠിത രംഗത്തെ പ്രധാന കഥാപാത്രങ്ങൾ രാഷ്ട്രീയ വേദിയിൽ വ്യക്തമായി. അത് ആദ്യം ഹിന്ദു ആശയധാരയുടെ ഉയർച്ചയും ഇന്ത്യയുടെ ഭരണഘടനാപരമായ ജനാധിപത്യത്തോട് അവരുയർത്തുന്ന വെല്ലുവിളിയും തമ്മിലുള്ള പോരാട്ടത്തിന്റെ മുന്നൊരുക്കമായി മാറി. യഥാർത്ഥത്തിൽ അത് ഇന്നത്തെ രാഷ്ട്രീയ യുദ്ധത്തിലേക്ക് പോലും വേദിയൊരുക്കിയ ഘടകമായി തീർന്നു. 2013 അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒന്നിച്ചുള്ള ആക്രമണങ്ങൾ നേരിടുകയായിരുന്നു. അണ്ണാ ഹസാരെ പ്രസ്ഥാനം, ചില ഉന്നത ന്യായാധിപർ, വലിയ ബിസിനസ് വൃത്തങ്ങൾ തുടങ്ങിയവരെല്ലാം അദ്ദേഹത്തിനെതിരെ അക്കാലത്ത് ശക്തമായി രംഗത്തെത്തി. മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും അതിന് ആളിക്കത്തിച്ചു. ഇതെല്ലാം 2014 ആരംഭത്തിൽ തന്നെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിരുന്നു. ആ ക്രൂരമായ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തത് അന്നത്തെ ശക്തനായ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. അദ്ദേഹം സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്നുള്ള എതിരാളികളെ പരാജയപ്പെടുത്തി. അന്ന് തന്നെ RSSന്റെ ശക്തമായ പിന്തുണയോടെ രാഷ്ട്രീയ വേദിയുടെ നടുവിൽ ഉറച്ചു നിന്നു. ആ പ്രതീകാത്മകതയും ലക്ഷ്യവും ആർക്കും മനസ്സിലാകാതെ പോയില്ല. പ്രത്യേകിച്ചും സ്വതന്ത്ര സംരംഭകത്വത്തിന്റെ പ്രധാന വിഭാഗങ്ങൾക്കും വൻകിട മാധ്യമങ്ങൾക്കും. മാധ്യമങ്ങൾ ഉത്ഭവിക്കുന്നത് വൻകിട ബിസിനസ്സുകളിൽ നിന്നാണ്. പോരാട്ടം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സാധാരണ മാധ്യമ കവറേജുകൾ കേവലം തമാശയായി തുടങ്ങിയിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ അത് വീണ്ടെടുക്കാൻ അചിന്തനീയമാണെന്ന് തോന്നുന്നു. ജനാധിപത്യ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ മോദിയുടെ 10 വർഷത്തെ നീണ്ട ഭരണകാലം പരിഗണിച്ചാൽ സമർത്ഥരായ മന്ത്രിമാർ കൂടെയില്ലായിരുന്നെങ്കിൽ ഇത്തരമൊരു നേതാവ് ഇപ്പോഴും എല്ലാവരുടെയും ശ്രദ്ധ നേടുമോ എന്ന് ചോദിക്കേണ്ടി വരും. പണമാണ് ഇന്ന് ലോകം നിയന്ത്രിക്കുന്നതെങ്കിലും ഇന്നത്തെ കാലത്ത് വലിയ പ്രശസ്തിയും ശ്രദ്ധയും സൃഷ്ടിക്കുന്നത് പ്രചാരണമാണ്. മറ്റൊരു പ്രധാന കാര്യം കൂടി പറയേണ്ടതുണ്ട്. 2002 ഗുജറാത്ത് കലാപത്തിന് ശേഷം മോദി ഇതിനകം തന്നെ ഹിന്ദു ഹൃദയ സാമ്രാട്ട് എന്ന പദവി നേടിയിരുന്നു. അതിനുശേഷം രാജ്യത്തെ ഹിന്ദു പാർട്ടി എന്നറിയപ്പെടുന്ന BJPയെയും അതിനെ പിന്നിലെ വലിയ ബിസിനസ് ശക്തികളെയും നയിക്കുന്നതിനായി അദ്ദേഹത്തിന് എതിരായി നിലകൊള്ളാൻ മറ്റൊരു നേതാവിനും അവസരം ഉണ്ടായിരുന്നില്ല. ഭാവിയിലെ പ്രധാനമന്ത്രി സ്വതന്ത്ര മൂലധനവാദത്തോട് ഫ്രീ ബോട്ടിംഗ് ക്യാപിറ്റലിസം നേരത്തെ തന്നെ അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്നു. അതിന് വ്യക്തമായ തെളിവ് ലഭിച്ചത് അദാനിയുടെ സ്വകാര്യ വിമാനത്തിൽ തന്നെ ഡൽഹിയിലേക്ക് പറന്ന് അധികാരം ഏറ്റെടുക്കാൻ എത്തിയപ്പോൾ ആയിരുന്നു. അങ്ങനെ ചെയ്തതിലൂടെ അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കാലങ്ങളായി നിലനിന്നിരുന്ന പാരമ്പര്യം തകർത്തു. ഇതിനു മുമ്പ് ഒരു ഇന്ത്യൻ നേതാവും വലിയ ബിസിനസ് ശക്തികളോട് ഇത്രയും തുറന്ന അടുപ്പം പ്രകടിപ്പിച്ചിരുന്നില്ല. അദാനിക്ക് ഇത് സ്വാഭാവികമായും ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധമായിരുന്നു. രാഹുൽ ഗാന്ധി ഒരിക്കൽ ലോക്സഭയിൽ അതിനെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കൃത്യമായി പറഞ്ഞിരുന്നു. ഒരു കാലത്ത് മോദി അദാനിയുടെ വിമാനത്തിൽ പറന്നിരുന്നു. ഇപ്പോൾ അവസ്ഥ നേരെ മാറി. അദാനിയാണ് മോദിയുടെ വിമാനത്തിൽ പറക്കുന്നത്. ഈ പരാമർശം പ്രധാനമന്ത്രിയുടെ വിദേശ യാത്രകളിൽ അദാനിയുടെ സാന്നിധ്യത്തെയായിരുന്നു സൂചിപ്പിച്ചത്. അവിടെ ലാഭകരമായ കരാറുകൾ ലക്ഷ്യമാക്കി
യാതൊരു ബിസിനസ് മത്സരവും കൂടാതെ അവസരങ്ങൾ നേടാനുള്ള ശ്രമമായി അത് കാണപ്പെട്ടു. ദക്ഷിണേന്ത്യയിൽ ഒരുപക്ഷെ മറ്റിടങ്ങളിലും വർഗീയതയുടെ രാഷ്ട്രീയം വിജയകരമായി നടപ്പിലാക്കപ്പെടുകയും തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ ശക്തരായ ബിസിനസ്സുകാർ സ്വാഭാവികമായും സഖ്യകക്ഷികളായി മാറുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഇതിനുള്ള പ്രധാന കാരണം തീവ്രപക്ഷ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ആദിമമായ കൂറുകളും വികാരങ്ങളും ഉണർത്തിവിടുന്നതിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അല്ലാതെ സാധാരണക്കാരനായ വിവിധ വിഭാഗം ജനങ്ങളെ സഹായിക്കുന്നതിനുള്ള നയങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ നിന്നല്ല. ഇത് വൻകിട വ്യവസായങ്ങളുടെ അടിസ്ഥാന താല്പര്യങ്ങൾക്കോ അഭിലാഷങ്ങൾക്കോ ദോഷം വരുത്തുകയില്ല. 2013 അവസാനത്തിലെന്ന പോലെ 2025 സമാനമായ പ്രത്യയശാസ്ത്രവുമായാണ് അവർ കളത്തിലിറങ്ങുന്നത്. അക്കാലത്ത് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നയാൾ എതിരിട്ടിരുന്നത് സ്വാധീന ശക്തിയുള്ള മുഖ്യമന്ത്രിയും പ്രമുഖ വ്യവസായികളുടെ പിന്തുണയുമുള്ള ഒരു ഹിന്ദുത്വ നേതാവിനെയായിരുന്നു. വൈരുദ്ധ്യങ്ങൾ ഇപ്പോൾ വ്യത്യാസം വളരെ വ്യക്തമാണ്. ഇന്ന് കേന്ദ്രത്തിൽ അധികാരം വഹിക്കുന്നയാൾ നിരവധി സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അധികാരം കൈയാളുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രധാന എതിരാളിയുടെ പാർട്ടി 3 സംസ്ഥാനങ്ങളിൽ മാത്രമേ അധികാരത്തിലുള്ളൂ. അതിശയിപ്പിക്കുന്നതാണ് ഈ അധികാര വ്യത്യാസം. മോദി ജനാധിപത്യത്തിന്റെ അടിത്തറയായ സ്ഥാപനങ്ങളെ തന്നെ തകർത്തു കളഞ്ഞ് രാജ്യത്ത് ഏകാധിപത്യത്തിന്റെ പ്രതീകമായി മാറിയിരിക്കുന്നു. ഇന്നത്തെ ഇന്ത്യയിൽ അദ്ദേഹം വലിയ വലിയ കാര്യങ്ങളുടെ ഉടയ തമ്പ്രാൻ, ഗോഡ് ഓഫ് ബിഗ് തിങ്സ് എന്ന വിശേഷണം അർഹിക്കുന്നവനായി തോന്നുന്നുണ്ട്. എന്നാൽ അതിൻ്റെ വിപരീത ദിശയിലാണ് രാഹുൽ ഗാന്ധി നിൽക്കുന്നത്. അദ്ദേഹം ശക്തമായ സർക്കാരിൻ്റെയും വൻ ബിസിനസ്സുകളുടെയും ഒന്നിച്ചുള്ള സർവാധിപത്യത്തിനെതിരെ പൗരശക്തിയെ ഉണർത്തുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇത്തരമൊരു അവസ്ഥ ഇന്ത്യൻ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. വളരെ കാലം മുമ്പ് കോൺഗ്രസ് രാജ്യത്ത് ആധിപത്യം സ്ഥാപിച്ചിരുന്നു. അവരുടെ ഇടയിൽ ശക്തരായ നേതാക്കൾ ഉണ്ടായിരുന്നു. അവരുടെ രാഷ്ട്രീയ എതിരാളികൾ ദുർബലരുമായിരുന്നു. എന്നാൽ ഇന്ന് നാം കാണുന്ന രീതിയിൽ ഗാന്ധിജിയുടെ ജീവൻ അപഹരിക്കുന്ന തരത്തിൽ എല്ലായിടത്തും വ്യാപിച്ച പ്രത്യയശാസ്ത്രപരമായ പോരാട്ടത്തിൽ അവർ ഏർപ്പെട്ടിരുന്നില്ല. മോദിയുടെ ഈ പ്രധാന എതിരാളി അനുഭവിക്കുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകളും വിഭവങ്ങളുടെ അഭാവവും കണക്കിലെടുക്കുമ്പോൾ ഇന്നത്തെ ഇന്ത്യയിൽ ആ പോരാട്ടത്തിന് മുമ്പെങ്ങുമില്ലാത്ത ഒരു തിളക്കം കാണാൻ കഴിയും. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പോരാട്ടം ഒടുവിൽ എന്തു തന്നെയായാലും അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെ ഇത് ഒട്ടും കുറക്കുകയില്ല. ഇന്ന് കോൺഗ്രസിന്റെ മുൻകാല രാഷ്ട്രീയ എതിരാളികൾ അവരുടെ നിലവിലെ തെരഞ്ഞെടുപ്പ് ശക്തി എത്ര തന്നെയാണെങ്കിലും അല്ലെങ്കിൽ വളരെ കുറവായാലും തങ്ങളുടെ ഭിന്നതകൾ മാറ്റിവെച്ച് മോദി പ്രതിനിധാനം ചെയ്യുന്ന ഹിന്ദുത്വ ആധിപത്യ ചിന്തക്കും അതിൻ്റെ നേതൃത്വത്തിനും എതിരായി രാഹുൽ ഗാന്ധിയോടൊപ്പം നിലകൊള്ളുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇന്ത്യയുടെ രാഷ്ട്രീയ പാതയിൽ പുതുതായി രൂപപ്പെട്ട ഒരു പ്രധാന ഘടകമായി ഇതിനെ കണക്കാക്കാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഘടകങ്ങൾ പ്രകടിപ്പിച്ച ഐക്യത്തിൽ നിന്ന് സന്തോഷകരമായ ഫലങ്ങൾ നേടിയിട്ടുണ്ട്. ഹിന്ദുത്വ വിരുദ്ധ പക്ഷത്ത് ശ്രദ്ധേയമായ ഒരു ഏകോപനത്തിന് ഇത് കാരണമായി. ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പ് ബന്ധത്തിന്റെ അതിരുകൾക്കപ്പുറത്തേക്കും വ്യാപിച്ചിരിക്കുകയാണ്. ദൈവം വലിയ സൈന്യങ്ങളുടെ പക്ഷത്താണെന്ന് പറയാറുണ്ട്. എന്നാൽ ലോകം ദാവീദിനെയും ഗോലിയാത്തിനെയും കുറിച്ചും ഇസ്ലാമിക ഇതിഹാസമായ ബദർ യുദ്ധത്തെക്കുറിച്ചും കേട്ടിട്ടുണ്ട്. കൃഷ്ണൻ വലിയ സൈന്യങ്ങളുടെ പക്ഷം തെരഞ്ഞെടുത്തില്ലെന്ന കഥ ആരാണ് കേൾക്കാത്തത്? എങ്കിലും കഴിഞ്ഞ ആഴ്ചകളിൽ മോദി ശ്രദ്ധേയമായ തിരിച്ചുവരവ് നടത്തിയതും സങ്കീർണമായ വിഷയങ്ങളെ നൈപുണ്യത്തോടെ കൈകാര്യം ചെയ്തതും നിഷേധിക്കാനാവില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് RSS പ്രസിഡന്റ് മോഹൻ ഭഗവതുമായുള്ള അദ്ദേഹത്തിന്റെ ആശയവിനിമയവും ബന്ധവുമായിരുന്നു. ആ പ്രശ്നം വളരാൻ അനുവദിക്കാതെ ഇപ്പോൾ ഭഗവതുമായി തന്റെ ബന്ധം സുദൃഢമാണെന്ന് വ്യക്തമാക്കാൻ അദ്ദേഹത്തിനായി. ഇത് താൽക്കാലികമായെങ്കിലും വലിയ നേട്ടമാണ്. ജഗ്ദീപ് ധൻകർ അപ്രതീക്ഷിതമായി ഉയർന്ന ഭരണഘടനാ പദവിയിൽ നിന്ന് രാജിവെച്ചതിന് ശേഷം രാഷ്ട്രീയ ആശങ്കകൾ രൂപപ്പെട്ടപ്പോഴും പ്രധാനമന്ത്രിയുടെ പാർട്ടിക്ക് ഇന്ത്യൻ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ വിജയം സാധ്യമായിട്ടുണ്ട്. ഇനി BJPയുടെ അടുത്ത പ്രസിഡന്റ് RSS നേതൃത്വത്തിന്റെ പിന്തുണയോടെ
ഉടനെ സ്ഥാനാരോഹണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നിലവിലെ പ്രസിഡന്റ് JP നദ്ദ 6 വർഷം അധികാരം കൈവശം വെച്ചതിന് പിന്നിലെ പ്രധാന കാരണം മോദി RSS നേതൃത്വത്തിനിടയിൽ രൂപപ്പെട്ട അടുത്ത പാർട്ടി തലവരുമായി ബന്ധപ്പെട്ട ഐക്യരാഹിത്യമാണ്. ആ വിടവ് ഇപ്പോൾ മറികടന്നതായാണ് തോന്നുന്നത്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു പ്രധാന ഘട്ടമായി കണക്കാക്കപ്പെടുന്നു എന്നതിനാൽ ഭരണകക്ഷിയുടെ പ്രധാന ശ്രദ്ധ ഇപ്പോൾ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. രാഹുൽ ഗാന്ധിയും RJD നേതാവ് തേജസ്വി യാദവും ബീഹാറിൽ വോട്ടർ പട്ടികയിൽ വലിയ തോതിൽ പേരുകൾ മായ്ച്ചുവെന്ന ആരോപണം മുൻനിർത്തി കടുത്ത സംയുക്ത പ്രചാരണം നടത്തി വരികയാണ്. ഇതിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും ലക്ഷ്യബിന്ദുവാണ്. സംസ്ഥാനത്തെ ഭരണസഖ്യം സ്ത്രീകൾ, യുവാക്കൾ, തൊഴിലാളികൾ എന്നിവർക്ക് വിവിധ തരം ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് പ്രത്യാക്രമണങ്ങളും നടത്തുന്നു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രത്യേകിച്ചും സക്രിയമല്ലാത്ത ഭരണകൂടങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ സാധാരണമാണ്. അതുകൊണ്ട് നേട്ടമുണ്ടാകുമോ എന്ന ചോദ്യം അപ്പോഴും ബാക്കിയാണ്. മറ്റു സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ വിജയത്തേക്കാൾ പ്രധാനമാണ് ഇവിടത്തെ നേട്ടം. ഇത് വിവിധ സംസ്കാരങ്ങളുള്ള ഈ നാടിൻ്റെ ദിശയെയും വളർച്ചയെയും ബാധിക്കുന്ന കാര്യമാണ്. കടപ്പാട് ദ വയർ. വിവർത്തനം മുഹസിൻ മാണിയൂർ.